ഹലോ, ഇന്ന് ഊണിനുള്ള കറിയും ഉപ്പേരിയും വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കിയത് കൊണ്ടാവാം. അപ്പോൾ ആദ്യം തന്നെ കോവക്ക പറിക്കാം. കോവക്കൻ്റെ വള്ളി നാരങ്ങൻ്റെ മരത്തിൻ്റെ മുകളിലേക്ക് പടർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വന്നു അത് പറിച്ചെടുക്കാൻ വേണ്ടി. ഉപ്പേരിക്കും കറിക്കും ഉള്ളത് മാത്രമല്ല കാണിക്കുന്നത്, കുറച്ച് ഞാൻ കൃഷി ചെയ്ത സംഭവങ്ങളുണ്ട് കേട്ടോ, വേറെ അതും കാണിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ കോവക്കെല്ലാം പറിച്ചെടുത്തു. ഇനി ഇതാ ചീര പറിക്കാം. ഇനി വേറെ കൃഷി ചെയ്തത് പുതിനയില, കുറച്ച് പച്ചമുളക്, കൂടുതലൊന്നുമില്ല, ഒക്കെ കുറേശ്ശേ ഉള്ളൂ. നീളം പച്ചമുളകാണ്, ആയി വരുന്നതേ ഉള്ളൂ. ഇനി തക്കാളി, കേട് വന്ന തക്കാളിൻ്റെ കുരുട്ട് മുളപ്പിച്ചതാണ്. എൻ്റെ വിത്ത് മുളപ്പിച്ചുണ്ടായതാട്ടോ അത്. ഇനി ഇതാണ് കാപ്സിക്കം. ഇതും അതുപോലെ തന്നെ പച്ചയും ചുവപ്പുമുള്ള കാപ്സിക്കം കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിൻ്റെ വിത്ത് പാകിയതാണ്. ഇത് മഞ്ഞ കാപ്സിക്കാണ്. ഇത് ഫുള്ള് മഞ്ഞായിട്ടില്ല, അതിന് കേട് വരാൻ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് പറിച്ചതാണ്. ബാക്കിയൊക്കെ ആയി വരുന്നുള്ളൂ. നമുക്ക് 2 കാപ്സിക്കമുള്ളൂ മൂത്ത് കിട്ടിയത്. ഇനി നമുക്ക് ആ കോവക്ക കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ കോവക്ക നല്ലതുപോലെ കഴുകി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 പച്ചമുളകും കീറി ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി ചീര താളിപ്പുണ്ടാക്കാം. അതിന് വേണ്ടി ചീര നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെക്കാം. ഇപ്പോൾ നമ്മുടെ കോവക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി വറവിടാം. ഇതിന് വേണ്ടി ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാം. ചെറുതായി അരിഞ്ഞ ഉള്ളി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കോവക്ക ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഉള്ളി ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ കോവക്ക ഉപ്പേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചീര താളിപ്പ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ചട്ടി ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നേരത്തെ കഴുകി വെച്ച ചീരൻ്റെ ചേർത്ത് കൊടുക്കാം. ശേഷം 2 പച്ചമുളകും കീറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനാവശ്യമായ മുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചീര നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം. എത്രത്തോളം കറി വേണോ അത്രത്തോളം വെള്ളം ഒഴിക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം 1 or 2 തിള വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചീരക്കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചോറ് വിളമ്പാം. ചോറ് വിളമ്പി കോവക്ക ഉപ്പേരി, ചീരക്കറി, കൊണ്ടാട്ടമുളക്, പപ്പടം, മാങ്ങഞ്ചി അച്ചാർ, ചിക്കന്, ചെറുപയർ ഉപ്പേരി. അപ്പോൾ ഇത് കൂട്ടി നല്ലൊരു ഊണ് കഴിക്കാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.